ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂൺ 25 വ്യാഴം. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. സുഹൃത്ത്, ഇന്നത്തെ സുവിശേഷം നിന്നോട് പറയുക, നീ ദൈവിക പദ്ധതിക്ക് കൊടുക്കേണ്ട വിലയെക്കുറിച്ചാണ്. ദൈവിക പദ്ധതിയെ നീ നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ്. അതിനെ നീ നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്നല്ല. സുവിശേഷത്തിന്റെ ആരംഭത്തില് കുറച്ച് ഫരീസേര് ഈശോയോട് പറയുകയാണ്, ഹെരോദസ് നിന്നെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുക, പെട്ടെന്ന് സ്ഥലം വിട്ടു. ഈശോ നൽകുന്ന മറുപടി, ആ കുറുക്കനോട് പറയുവിൻ, ഇന്നും നാളെയും ഞാൻ പിശാചുക്കളെ പുറത്താക്കിയും രോഗശാന്തി നൽകുകയും ചെയ്യും. ഈശോ പറയണേ, എന്തൊക്കെ വെല്ലുവിളി വന്നാലും ഞാൻ എൻ്റെ പിതാവിൻ്റെ ദൗത്യത്തിന് വേണ്ടി വന്നതാണ്, അതിനു വേണ്ടി ഞാൻ നിലകൊള്ളും, ഞാൻ എൻ്റെ ശുശ്രൂഷകൾ തുടരും. ദൈവഹിതത്തിന് പൂർണ്ണമായി നിലകൊള്ളുന്ന പുത്രനായ ഈശോ. സുഹൃത്തെ, നിന്റെ ദൗത്യം അതാ. ഇനി നീ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അവസാനം പറഞ്ഞു വെക്കുക. ദൈവത്തിൻ്റെ ദൂത് നിരന്തരം വന്നിട്ടും അതിനെ തള്ളിക്കളഞ്ഞ ജെറുസലേമിനെ കുറിച്ച് ഈശോ പരിതപിക്കുക. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന പോലെ ചിറയെങ്കിലും സൂക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, പല പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ സഹകരിച്ചില്ല. അതുകൊണ്ട് ആ ദേശം പരിത്യക്തമായെന്ന് പറയാം. ദൈവിക പദ്ധതിക്ക്, ദൈവത്തിൻ്റെ വെളിപാടുകൾക്ക് നീ നിരന്തരം നോ പറഞ്ഞാൽ, നീ അതിനോട് എന്നും നിസ്സഹരണം പുലർത്തിയാൽ അത് നിന്റെ നാശത്തിന് ഇടയാക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈശോ തരുന്നുണ്ട്. ദൈവിക പദ്ധതിക്ക് വില കൊടുക്കുവാനായിട്ട്, ഹൃദയത്തിൽ അതിനെ സ്വീകരിക്കുവാനായിട്ട് സുഹൃത്തെ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കാൻ, നിന്റെ പദ്ധതികൾക്ക് എന്നും ജീവൻ നൽകുവാനായിട്ട്, അത് നിലകൊള്ളുവാനായിട്ട് എൻ്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.